നമ്മൾ ഈ അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജോലിക്ക് പോകണം, പണം ഉണ്ടാക്കണം, കടയിൽ പോകണം, അരി വേണം അല്ലേ? പക്ഷെ എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിലെ ഡോണുകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ അങ്ങനെയല്ല. ഞാൻ അന്നെ വെച്ച് അരി ഉണ്ടാക്കും, ഈ എന്നെ വെച്ച് അരി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ട്രെൻഡ്. ഈ ട്രെൻഡ് എന്തായാലും ഉഷാറായി വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അരി ഉണ്ടാക്കട്ടെ, അന്യോന്യം കണ്ടന്റ് വെച്ച് അരി ഉണ്ടാക്കട്ടെ, എല്ലാവരും അന്യോന്യം വീടുകൾ പുലർത്തട്ടെ, പച്ചിറച്ചി കൊത്തി വലിക്കട്ടെ. എന്തായാലും ഇതൊക്കെ തുടരട്ടെ. എന്തായാലും അരി വാങ്ങുന്ന പരിപാടി എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസുമതി വാങ്ങുന്നുണ്ട് വലിയ വലിയ ആളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ടി വരും. ഇല്ല സാധാരണ പൊന്നിയും മട്ടയൊക്കെ വാങ്ങണമെങ്കിൽ വേറെ അരി വെച്ച് ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങൾ കാട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, എന്നിട്ട് അത് തെളിയിക്കുക, ഉള്ള അപവാദങ്ങളൊക്കെ പടച്ചു വിടുക. എന്നിട്ട് അന്യോന്യം അരി വാങ്ങുക. എന്നെ വെച്ച് നീ അരി ഉണ്ടാക്കും ഒരു ആഴ്ച. അതേപോലെ ഓര് പറയും ഓനെ വെച്ചിട്ടാണ് ഞാൻ അരി ഉണ്ടാക്കണത്. ഇതാണിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഡോണുകൾ തമ്മിലുള്ള അരി വാങ്ങൽ നടക്കട്ടെ. അരിക്കച്ചവടം എന്തായാലും പൊടി പിടിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അരിക്കച്ചവടങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കഥകളെല്ലാം പടച്ചു പറയട്ടെ. ഈ അരിക്കച്ചവടം കുറച്ച് കമ്മിയാവും നല്ലത്, കമ്മിയാക്കാവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.